പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം. ഇന്ന് പരിശുദ്ധാത്മാവ് ആ നിയോഗം നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചാൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള ദൈവിക ഇടപെടൽ. യാക്കോബിൻ്റെ ലേഖനം 5:17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത്. പ്രാർത്ഥനയുടെ ശക്തി ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു കഴിയുമ്പോൾ, തീവ്രമായൊരു പ്രാർത്ഥന കുടുംബത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, അസാധാരണമായ വിടുതലുകൾ, ഇന്നുവരെ കാണാത്ത ദൈവിക നന്മകൾ ആ കുടുംബത്തിൽ സ്വർഗം കൈമാറും. പ്രാർത്ഥനാ ജീവിതം തകർന്നു പോകരുത്. തകർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണെങ്കിലും പ്രാർത്ഥനാ ജീവിതം തകർന്നു പോകാതെ ദൈവപ്രവൃത്തിയെ കാംക്ഷിച്ചുകൊണ്ട് ഉണരുവാനാ ഇന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച് തോറ്റവരില്ല, പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടവരില്ല, പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ദൂതുകൾ, അനുഭവങ്ങൾ തിരുവെഴുത്ത് ഉടനീളം വ്യാപരിച്ച് കിടക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ചിലത് അടയാൻ പോവുക, ചിലത് തുറക്കപ്പെടാൻ പോവുക. അത് പ്രാർത്ഥനയാലാ സംഭവിക്കാൻ പോകുന്നത്. പഴയ ഞെരുക്കത്തിൻ്റെ വാതിലിനെ കർത്താവങ്ങ് അടയ്ക്കാൻ പോവുക. പുതിയ വാതിൽ, വിശാലതയുടെ വാതിൽ ദൈവം തുറക്കാൻ പോവുക. പ്രാർത്ഥിച്ച് ഉണരുന്ന ആ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരം ജീവിതത്തിൻ്റെ മേഖലകളിൽ കാണാൻ പോവുക. ഇന്ന് അതിശക്തമായ ദൈവാത്മാവ് ദൂത് ഇടപെടുന്നത്. നെഹമ്യാവ് പ്രാർത്ഥിച്ചില്ലേ, ഇന്ന് അടിയൻ്റെ കാര്യം സാധിപ്പിക്കണമേ, ഇന്ന് അത് സാധിപ്പിക്കണം. ദൈവം പറഞ്ഞില്ല ഇന്ന് ചെയ്യുമെന്ന്, ഇന്ന് വെളിപ്പെടുത്തുമെന്നും ഇന്ന് ഉത്തരം കൊടുക്കുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടല്ല, ഭക്തൻ്റെ പ്രാർത്ഥനയുടെ ആഴമേറിയ തലത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനത്തിൻ്റെ അനുഭവത്തെ വരച്ചു കാണിക്കുന്നത്. ഇന്ന് എനിക്ക് മറുപടി വേണം, ഇന്ന് എനിക്ക് ഉത്തരം വേണം. ദൈവത്തിൻ്റെ പൈതലെ, പ്രത്യാശയോടെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, അത് ദൈവകരത്തെ ചലിപ്പിക്കുന്നതാ. ഇന്ന് ആഴമായി വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ദൂതിടപെടുന്നു. വർഷങ്ങളുടെ വരൾച്ചയുടെ തലങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവുക. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കെടുതികളിൽ നിന്ന്, ആ ക്ലേശങ്ങളിൽ നിന്ന്, വർഷങ്ങളായുള്ള വേദനയിൽ നിന്ന്, ദൈവത്തിൻ്റെ പൈതലെ ആ നൊമ്പരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. വർഷങ്ങൾ കുടുംബത്തിൽ പഴക്കം ചെന്ന് കിടക്കുന്ന വിഷയങ്ങളിലെ അതിനകത്താ ദൈവത്തിൻ്റെ ഉത്തരമിറങ്ങുന്നത്, അതിനകത്താ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ബെഥെസ്ദ കുളക്കരെ കിടക്കുന്ന മനുഷ്യൻ്റെ കാലം ദൈവം തിരിച്ചറിഞ്ഞു, അവസ്ഥ ദൈവം തിരിച്ചറിഞ്ഞു, സമയം തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഏറിയ നാളായി ദൈവത്തിൻ്റെ പൈതലെ, വർഷങ്ങളുടെ പഴക്കം ആയിരിക്കുന്ന ആ വിഷയത്തിന്മേലുള്ള ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ ഉത്തരം, ദൈവത്തിൻ്റെ മറുപടി ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഏലിയാവ് ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കുക, വാതിലങ്ങ് തുറക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ഇന്നത്തെ ആഹ്വാനം, ഇന്നത്തെ ദൂത് അതിശക്തമായി ഏറ്റെടുക്കട്ടെ. തീവ്രമായൊരു പ്രാർത്ഥനാതലം തുറക്കപ്പെടട്ടെ. അതിൻ്റെ മഹത്വം ഇന്ന് കാണും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീടിൻ്റെ വാതിക്കൽ ഉത്തരം തരുക ദൈവശക്തന. കൂടാരത്തിൽ അത് വെളിപ്പെടുത്തുക ദൈവശക്തന. ആ നിലയിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആ നിലയിൽ ദൈവത്തിൻ്റെ കരം ഇതാ
ചാഞ്ഞിറങ്ങാൻ പോകുന്നു. വീണ്ടും ധാന്യം വിളഞ്ഞു എന്നാ പറഞ്ഞത്. ഭൂമിയിൽ വരൾച്ച മാറിയെന്ന്, വരണ്ട അനുഭവം മാറി. അതിൻ്റെ അപ്പുറമായ ഒരു തളിർപ്പിൻ്റെ കാലഘട്ടം പ്രാർത്ഥനയാൽ സംഭവിക്കുക, പ്രാർത്ഥനയാൽ വെളിപ്പെട്ട് വരിക. അത് തന്നെ സംഭവിക്കും. പ്രാർത്ഥിച്ച് ഇന്ന് ഈ ദൂത് കൈമാറുക. ദൈവത്തിൻ്റെ വൈതലേ, പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്, പ്രാർത്ഥിച്ച് തളർന്നു പോകരുത്. മറുപടിയുണ്ട്, ഉത്തരവുണ്ട്, അത്ഭുതമുണ്ട് ജീവിതത്തിൻ്റെ തലങ്ങളിൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി, അങ്ങയുടെ ദൂതനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തിയ ആ മർമ്മം, ആ ദൂത് കർത്താവ് ചലിക്കട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ, ദൈവപ്രവർത്തികൾ കാണട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവ ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യണം. ഇന്ന് ഒരു ദൈവപ്രവർത്തി അയക്കുവാൻ, വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.